بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله وإن خير الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم ومن ورائهم برزخ إلى يوم يبعثون صدق الله مولانا العظيم ആദരണീയരായ ഞങ്ങളുടെ ആത്മീയ സ്രോതസ്സുകളായ സയ്യിദുമാരെ, വിശേഷിച്ച് വേദിയിലുള്ള ഉദ്ഘാടകർ, തങ്ങളവറുകളെ, പരപ്പനങ്ങാടി ഖാദി അവറുകളെ, മാന്യ അധ്യക്ഷരെ, സദസ്സിലുള്ള ഉസ്താദുമാരെ, സയ്യിദുമാരെ, പണ്ഡിതന്മാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മരിച്ചവരുടെ ലോകം എന്ന വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കേണ്ടത്. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ജീവനുള്ളവരാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ജീവനുള്ളവരോടാണ് വിശുദ്ധ ഖുർആൻ വിളിച്ചോതുന്നത്. ഖലഖൽ മൗത വൽ ഹയാത. മരണത്തെയും ജീവിതത്തെയും അല്ലാഹുവാണ് സൃഷ്ടിച്ചത്. ജീവിതത്തെ സൃഷ്ടിച്ച കാര്യം പറയും മുൻപ് മരണത്തെ സൃഷ്ടിച്ച കാര്യം പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നത്. ആ മരണം നമ്മുടെ ഭാഷയിൽ അതുവരെ ചലിച്ച, അതുവരെ ഓടിയ, അതുവരെ പ്രവർത്തിച്ച, അതുവരെ സംസാരിച്ച, അതുവരെ കർമ്മങ്ങളൊക്കെ നടത്തിയ ആളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചലനവും പ്രവർത്തനവും പെട്ടെന്ന് നിശ്ചലമാവുകയാണ്. നമ്മുടെ കാഴ്ചയിൽ നിലക്കുകയാണ്. ഇതൊരത്ഭുത പ്രതിഭാസമാണ്. എന്താണിവിടെ സംഭവിക്കുന്നതെന്ന് ഭൗതിക ലോകത്തിനോ ഭൗതിക ശാസ്ത്രജ്ഞർക്കോ നിർവചിക്കുവാൻ, സംതൃപ്തമായ നിവാരണം നൽകുവാൻ സാധിക്കാത്ത ഒരു പ്രതിഭാസം. നിഷേധിക്കാൻ പറ്റാത്ത വിധം ഏവരും അംഗീകരിക്കുന്ന പരമസത്യം. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്തെന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും മരണവുമായി ബന്ധപ്പെട്ട് നാം ഉറച്ചു വിശ്വസിക്കേണ്ട, അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു അറിയിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആന്റെ നസ്വായ പ്രഖ്യാപനങ്ങൾ, ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശദീകരണങ്ങൾ, ഇവയെല്ലാം ഒത്തുചേർന്ന് മരണത്തെ സംബന്ധിച്ച്, മരണാനന്തരത്തെ സംബന്ധിച്ച്, മരിക്കുന്നതിന് മുൻപുള്ള ജീവിതത്തെ സംബന്ധിച്ച് അല്ലാഹുവും റസൂലും പഠിപ്പിച്ച സത്യങ്ങൾ അത്രയും വിശ്വസിക്കുവാൻ തരപ്പെട്ടവരാണ് നാം. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ വച്ച് മരണം സമ്പൂർണ്ണ നാശമല്ല, സമ്പൂർണമായ നിശ്ചലാവസ്ഥയല്ല, ഈ ജീവിതത്തിൽ നിന്നുള്ള തീർച്ചയായ തീർത്തുമുള്ള ഒഴിഞ്ഞുപോക്കല്ല. എന്താണ് മരണം? നമ്മുടെ ശരീരത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചാലകശക്തിയായി ആത്മാവുണ്ടെന്ന് നാം വിശ്വസിക്കുന്നവരാണ്. ദേഹത്തെ
ദേഹിയാണ് നിയന്ത്രിക്കുന്നത്, ശരീരത്തെ ആത്മാവാണ് നിയന്ത്രിക്കുന്നത് എന്നു സമ്മതിക്കാത്തവരായി മനുഷ്യരിൽ ആരുമുണ്ടെന്ന് തോന്നുന്നില്ല. ദേഹവും ദേഹിയും ചേർന്നതാണ് മനുഷ്യൻ. ഈ ദേഹിയും ദേഹവും തമ്മിലുള്ള ബന്ധം ഒരു വിധത്തിൽ അറ്റുപോവുക, വിച്ഛേദിക്കപ്പെടുക, ഇതാണ് മരണമെന്ന് വിശുദ്ധ ഖുർആൻ ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുമ്പോൾ മരിക്കുന്നവരെ ബന്ധപ്പെടുത്തി എന്ത് നടക്കുന്നുവെന്ന് പഠിപ്പിക്കുന്നു വിശുദ്ധ ഖുർആനിൽ. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതീ ഖളാ അലൈഹൽ മൗത് വയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല യതവഫൽ അൻഫുസ, ആത്മാക്കളെ അവൻ പിടിക്കുകയാണ്. ഹീന മൗതിഹ, ഈ ആത്മാവ് പിടിക്കൊള്ളുന്ന ശരീരങ്ങൾ മരണപ്പെടുന്ന സമയത്ത്. വല്ലതീ ലം തമുത്, മരിക്കാത്ത ആത്മാക്കളെയും അല്ലാഹു പിടിക്കുന്നു. ഫീ മനാമിഹ, ഈ ആത്മാവ് ബന്ധപ്പെടുന്ന ശരീരങ്ങൾ ഉറങ്ങുന്ന സമയത്ത്. ഫയുംസികുല്ലതീ ഖളാ അലൈഹൽ മൗത്, ഫയുംസികുല്ലതീ ഖളാ അലൈഹൽ മൗത്, മരണം അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന ആത്മാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു ശരീരത്തിലേക്ക് വരാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തുന്നു. വയുർസിലുൽ ഉഖ്റാ, ഉറക്കത്തിൽ പിടിച്ചു വെച്ച ആത്മാക്കളെ അല്ലാഹു ശരീരത്തിലേക്ക് തന്നെ തിരിച്ചുവിടുന്നു. ഇലാ അജലിൻ മുസമ്മ, അതും അല്ലാഹുവിന്റെ നിശ്ചയിക്കപ്പെട്ട സമയം വരെ മാത്രം. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ, കാര്യങ്ങൾ ഉറ്റാലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ഒരുപാട് പഠിക്കാനും മനസ്സിലാക്കാനുമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ മരിക്കുന്ന നേരത്ത്, മരണസമയത്ത് ശരീരത്തെ അല്ലെങ്കിൽ ശരീരത്തിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിനെ അല്ലാഹു പിടിക്കുകയാണ്. മലക്കുകളാണിത് പിടിക്കുന്നത്. ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തിക്കൊണ്ടാണ് ഈ പിടുത്തം നടക്കുന്നത്. അല്ലാഹു വ്യക്തമാക്കുന്നു, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗതി വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജൂ അൻഫുസകും اليوم تجزون عذاب الهون بما كنتم تقولون على الله غير الحق وكنتم عن آياته تستكبرون. സൂറത്തുൽ അൻആം. മലക്കുകളാണ് ശരീരത്തെ പിടിക്കുന്നത്, മലക്കുകളാണ് ആത്മാവിനെ പിടിക്കുന്നത്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്, അവിശ്വാസികളായിട്ടുള്ള അല്ലാഹുവിന്റെ നിയമങ്ങളോട് എതിർലംഘനങ്ങൾ ചെയ്തിട്ടുള്ള, ലംഘനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളെ മരണത്തിന്റെ ഭീകരാവസ്ഥകളിൽ അവരനുഭവപ്പെടുന്ന അവസ്ഥ വിവരിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, വൽ മലായികതു ബാസിതു ഐദീഹിം, മലക്കുകൾ അവരുടെ കൈനീട്ടുകയാണ്. കൈനീട്ടിക്കൊണ്ട് അവർ പ്രഖ്യാപിക്കുന്നു, കൽപ്പിക്കുന്നു, നിർദ്ദേശിക്കുന്നു, അഖ്രിജൂ അൻഫുസകും, നിങ്ങളുടെ ആത്മാവിന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചതാ, ഇങ്ങോട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ ഇങ്ങോട്ട് പുറപ്പെടുവിച്ചതാ. ഇത് മലക്കുകൾ അവരോട് പറഞ്ഞ് ബലമായി ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ച പോലെ അതിശക്തമായി, കരിമ്പടത്തിൽ നിന്ന് മുള്ളു വലിച്ചെടുക്കുന്നത് പോലെ ക്രൂരമായെന്ന് വിശേഷിപ്പിക്കത്തക്ക രീതിയിൽ അതിശക്തമായി മലക്കുകൾ അവരുടെ ആത്മാക്കൾ പുറത്തു കൊണ്ടുവരുമെന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുമ്പോൾ നടത്തുന്ന വഫാത്ത് പോലെ ഉറക്കത്തിലും വഫാത്ത് നടത്തുന്നുണ്ട്. ഉറക്കത്തിൽ പിടിക്കുന്ന ആത്മാക്കളെ പകൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് തന്നെ തിരിച്ചയക്കുന്നു. മരിക്കുമ്പോൾ പിടിക്കുന്ന ആത്മാക്കളെ ശരീരത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചയക്കുന്നില്ല. ഈ വ്യത്യാസം മാത്രമാണ് വിശുദ്ധ ഖുർആൻ മരണവുമായി ബന്ധപ്പെടുത്തി ആത്മാവിനെ പിടിച്ചെടുക്കുമെന്ന് വിശദീകരിച്ചിടത്ത് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന പാഠം. വഹുവല്ലദീ യതഫഫാകും ബില്ലൈൽ വയഅലമു മാ ജറഹ്തും ബിന്നഹാർ ثم يبعثكم فيه ليقضى أجل مسمى ثم إليه مرجعكم ثم ينبئكم بما كنتم تعملون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തരെയും ഒരു ദിവസത്തിൽ രാത്രിയിൽ നമ്മുടെ ആത്മാവിനെ പിടിച്ചു വെക്കുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്.
വഹുവല്ലദി അല്ലാഹുവാണ് യാതൊരു രക്ഷിതാവ് യതവഫാക്കും നിങ്ങളെ അവൻ പിടിക്കുന്നു ബില്ലൈൽ രാത്രിയിൽ നിങ്ങളെ അവൻ പിടിക്കുന്നു വയഅലമു മാ ജറഹ്തും ബിന്നഹാർ പകലിൽ നിങ്ങൾ പ്രവർത്തിച്ചതെല്ലാം അല്ലാഹുവിന് അറിയാം. രാത്രിയിൽ എന്നിട്ട് നിങ്ങളെ അല്ലാഹു തആല പിടിക്കുന്നു. രാത്രിയിൽ പിടിക്കുന്ന ഈ പിടുത്തം പകലിലേക്ക് തിരിച്ചയക്കുന്ന പിടുത്തമാണ്. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല ഇത് പൂർത്തീകരിക്കുന്നുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത് ഈ അവസ്ഥ നിങ്ങളിൽ ഒരാൾക്ക് മരണം വരുന്നത് വരെ ഉണ്ടാകും. മരണം വന്നെത്തിക്കഴിഞ്ഞാൽ തവഫത്ഹു റുസുലുന നമ്മുടെ ദൂതന്മാർ അവനെ നിശേഷം പിടിക്കും. അവന്റെ ആത്മാവിനെ പിടിച്ചെടുക്കും. വഹും ലാ യുഫർരിഖൂൻ അവിടെ അക്കാര്യത്തിൽ അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ ഒരു വീഴ്ചയും അവർ വരുത്തുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ പിടിക്കുന്നത് പോലെ ഉറക്കത്തിൽ നമ്മുടെ ആത്മാവിനെ പിടിക്കുന്നു. ഉറക്കത്തിൽ പിടിക്കുന്ന ആത്മാവിനെ രാവിലെ തിരിച്ചു തരുന്നു. രാത്രിയിൽ പിടിക്കുന്ന ആത്മാവിനെ രാവിലേക്ക് തിരിച്ചു തരുന്നു, അല്ലെങ്കിൽ രാത്രിയിൽ തന്നെ തിരിച്ചു തരുന്നു. മരിക്കുമ്പോൾ പിടിക്കുന്ന ആത്മാവിനെ അള്ളാഹു ശരീരത്തിലേക്ക് തിരിച്ചയക്കാതെ പിടിച്ചു വെക്കുന്നു. ഈ ഒരു വ്യത്യാസമാണ് മരണവും ഉറക്കവും തമ്മിലുള്ളത്. വാസ്തവത്തിൽ മരണം ഉറക്കത്തിന്റെ സഹോദരനാണ്, ഉറക്കം മരണത്തിന്റെ സഹോദരനാണ്. ഇങ്ങനെ വ്യക്തമാക്കുന്ന മഹത് വചനങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുമായി ബന്ധപ്പെടുത്തി തന്നെ പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മരണവും ഉറക്കം പോലെ തന്നെ പൂർണ്ണമായ വേർപാടല്ല. ശരീരവുമായി ഒരു തരം ബന്ധം നിലനിൽക്കുന്ന, ആത്മാവിന് ശരീരവുമായി ഒരു തരം ബന്ധം നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ ഒരു തടഞ്ഞുവെക്കലാണ്, പിടിച്ചുവെക്കലാണ് മരണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇതടിസ്ഥാനത്തിൽ ആത്മാവിനിക്ക് ശരീരവുമായുള്ള ബന്ധത്തെ നമ്മുടെ അനുഭവം പോലും സാക്ഷീകരിക്കുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ഇമാമുകൾ, പണ്ഡിതന്മാർ നമ്മെ വിശദീകരിച്ചു മനസ്സിലാക്കി തരുന്നുണ്ട്. 5 തരം ബന്ധങ്ങൾ നമ്മുടെ ആത്മാവിനിക്ക് ശരീരവുമായുണ്ട്. നമ്മളിതൊക്കെ അനുഭവിക്കുന്നവരാണ്. ഏതാണ്ട് മരണവുമായി ബന്ധപ്പെട്ടും മരിച്ച ശേഷവുമുള്ളത് മാത്രമേ നമ്മൾ അനുഭവിക്കാതുള്ളൂ. ഇതിനു മുൻപ് പറയുന്നത് നമുക്ക് അനുഭവിച്ചു കഴിഞ്ഞതാണ്, നമുക്കും ഇത് ബോധ്യപ്പെടും. ഒരു ബന്ധം ഉമ്മയുടെ ഉദരത്തിലിരിക്കുമ്പോൾ 4-ാം മാസത്തിൽ ഗർഭസ്ഥ ശിശു മനുഷ്യരൂപം പൂണ്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ അയച്ചുകൊണ്ട് റൂഹിനെ ആവഹിക്കുമെന്നും റൂഹ് ഊതുമെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മുടെ ഉമ്മമാർ അനുഭവിക്കുന്നതും നമ്മുടെ ഉമ്മമാരിൽ നിന്ന് മനസ്സിലാക്കി നമ്മൾ സത്യമായി വിശ്വസിക്കുന്നതും അംഗീകരിക്കുന്നതുമാണ് ഈ ബന്ധം. 4 മാസം കഴിഞ്ഞാൽ കുട്ടി അനക്കം തുടങ്ങുന്നത് നമ്മുടെ ഉമ്മമാരുടെ അനുഭവത്തിൽപ്പെട്ടതാണ്. ഇത് ആത്മാവ് ബന്ധപ്പെടുമ്പോൾ ജീവൻ ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ ഉമ്മയുടെ ഉദരത്തിൽ വെച്ച് ജീവൻ വരുന്നതോടെ, ജീവൻ ആധാരമായ ആത്മാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന ശരീരത്തിലേക്ക് ഊതുന്നതോടെ ഉമ്മയുടെ ഉദരത്തിൽ വെച്ച് 6 മാസക്കാലത്തെ പ്രത്യേകമായ ബന്ധം ഈ ആത്മാവിനിക്ക് ദേഹവുമായുണ്ട്. രണ്ടാമത്തൊരു ബന്ധം ഈ ഗർഭപാത്രത്തിൽ നിന്ന് ശിശു പുറത്തേക്ക് ബാഹ്യലോകത്തേക്ക് വന്ന ശേഷമുള്ള ബന്ധമാണ്. വരുമ്പോൾ ആ ബന്ധം ശക്തമാവുകയും അനുക്രമമായി ഇത് വളർന്ന് വികസിക്കുകയും വയസ്സിനനുസരിച്ചുകൊണ്ട് ഇതിന്റെ ബന്ധത്തിന് ശക്തിയും ഈ ബന്ധത്താലുണ്ടായിത്തീരുന്ന സിദ്ധികൾക്ക് പരിപൂർണതയും വന്നെത്തിക്കൊണ്ടിരിക്കുകയും മരിക്കുന്നതുവരെ നമുക്ക് ഓടാനും ചാടാനും ചിരിക്കാനും കളിക്കാനും ഉല്ലസിക്കാനും പ്രവർത്തിക്കാനും അധ്വാനിക്കാനും നമുക്ക് കഴിവ് നൽകുകയും ചെയ്യുന്ന ഒരസാധാരണമായ ബന്ധം, നിർവചിക്കാൻ പറ്റാത്ത ഒരു ബന്ധം, എന്നാൽ സാധാരണമായി നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളൊരു ബന്ധം നമ്മുടെ ശരീരവുമായി ദേഹിക്കുന്നുണ്ട്. ഇതും നമുക്ക് നിഷേധിക്കാൻ വയ്യ. ഇതേ ബന്ധത്തിനിടയിൽ തന്നെ ഉറങ്ങുമ്പോൾ ഇത്രയും സുന്ദരമായ ബന്ധത്തിന് ഒരൽപ്പം മാറ്റം സംഭവിക്കുന്നു. ശ്വാസം വിടുന്നുണ്ട്, ജീവനുണ്ട്. പക്ഷേ സാധാരണ ഉറങ്ങാത്ത ജാഗ്രതാവസ്ഥയിൽ മനസ്സിലാകുന്നത് പോലെ നമുക്കപ്പോൾ ബന്ധമില്ല, മനസ്സിലാക്കുന്നുമില്ല. ഗ്രഹണശേഷി പലപ്പോഴും നഷ്ടപ്പെടുന്നു, കേൾവിശേഷി തൽക്കാലം തടയപ്പെടുന്നു, കാഴ്ചശക്തി തൽക്കാലം മങ്ങിപ്പോകുന്നു. നമ്മുടെ സാധാരണ സിദ്ധികൾക്കൊക്കെയും മങ്ങൽ സംഭവിക്കുന്ന, കുറവ് സംഭവിക്കുന്ന, ന്യൂനത സംഭവിക്കുന്ന ഒരു തരം ബന്ധം ഓരോ ദിവസവും നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരവുമായി ആത്മാവിനുണ്ട്. പകലിൽ കാണുന്ന ബന്ധമല്ല ഈ ബന്ധം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ബന്ധം അപ്പോൾ ചുരുങ്ങിപ്പോകുന്നതെന്നാണ് ഉറങ്ങുമ്പോൾ അള്ളാഹു ആത്മാവിനെ പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല നമ്മെ പരിചയപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതും.
ഉറങ്ങുമ്പോൾ അള്ളാഹു ആത്മാവിനെ പിടിക്കുമെങ്കിലും തീർത്തും പിടിക്കുന്നില്ലെന്നും ആത്മാവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ജീവൻ നഷ്ടപ്പെടുന്നില്ലെന്നും ജീവൻ നഷ്ടപ്പെട്ടില്ലെങ്കിലും ജീവനുമായി ബന്ധപ്പെട്ട പല സജീവ ഗുണങ്ങളും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് മങ്ങി അനുഭവപ്പെടുന്നുണ്ടെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ആത്മാവിനൊരു ബന്ധം ഉറക്കത്തിലുണ്ട്. അപ്പോൾ ജാഗ്രതാവസ്ഥയിലുള്ള ബന്ധം പോലെയല്ല ഉറക്കത്തിന്റെ അവസ്ഥയിലുള്ള ബന്ധം. ഇതൊരു മൂന്നാമത്തെ ബന്ധം. ഈ ബന്ധം കഴിഞ്ഞാൽ ശരീരവുമായുള്ള ആത്മാവിന്റെ ശരിയായ ബന്ധത്തെ, ഉജ്ജ്വലമായ ബന്ധത്തെ, ചാലകശക്തിയായി വർത്തിക്കുന്ന ആ ബന്ധത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഇത് അവസാനിക്കുന്നതിനാണ് ആയുസ്സറുതി, അജൽ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ ആയുസ്സറുതി എത്തിക്കഴിഞ്ഞാൽ, ഇവിടെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആയുസ്സിന് അറുതി വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആത്മാവിനെ പിടിച്ചുവെക്കുന്നു. പിന്നെ ശരീരത്തിലേക്ക് തിരിച്ചു വരാത്ത പിടിച്ചുവെക്കലാണ്. എങ്കിലും അപ്പോഴും ബന്ധമുണ്ടെന്ന് വിശ്വസിക്കാതിരിക്കാൻ വയ്യ. ബന്ധമുണ്ടെന്ന് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവിശ്വസിക്കാൻ നിവൃത്തിയില്ല. കാരണം ഖബറിന്റെ അകത്ത് ചോദ്യമുണ്ട്, ഖബറിന്റെ അകത്ത് ശിക്ഷയുണ്ട്, ഖബറിന്റെ അകത്ത് സുഖമുണ്ട്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കട്ടിലിൽ കിടന്ന് മയ്യത്ത് സംസാരിക്കുന്നുണ്ട്. മരണാനന്തരം ഖബറിൽ കിടക്കുമ്പോൾ തന്നെ ഒരുപാട് കാലം ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ ശരീരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അനുഭവിക്കുകയും അനുഭവ ലോകത്ത് നമുക്ക് ദൃഢതരമാവുകയും ചെയ്യുന്നുണ്ട്. ഈ തരത്തിലുള്ള അനുഭവ യാഥാർത്ഥ്യങ്ങളും വിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും പ്രഖ്യാപനങ്ങളും വെച്ചുകൊണ്ട് അപ്പോഴുള്ള ബന്ധത്തെയും നമുക്ക് നിഷേധിക്കാൻ വയ്യ. ഈ ബന്ധം കഴിഞ്ഞാൽ അഞ്ചാമത്തെ ബന്ധം വരുന്നത് പിന്നെ സമ്പൂർണമായ ബന്ധമാണ്. നമ്മുടെ ഉയിർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട്, പുനർജന്മവുമായി ബന്ധപ്പെട്ട് ഖബറുകളിൽ നിന്നും ബർസഖിൽ നിന്നും നമ്മെ ഉയിർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ശരീരവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ആത്മാവിനെ ബന്ധപ്പെടുത്തുന്നത് അതിന്റെ പരിപൂർണാവസ്ഥയിലുള്ള ബന്ധമാണ്. ചുരുക്കങ്ങളില്ല, അതിരുകളില്ല, വിലക്കുകളില്ല. അതിന്റെ പൂർണ്ണമായ സിദ്ധികളോടുകൂടെ ആത്മാവ് ശരീരത്തിൽ ബന്ധപ്പെടുന്നത് മരണാനന്തരം പുനർജന്മം കഴിഞ്ഞ് ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ട ശേഷമാവുന്നു എന്ന് വിശുദ്ധ ഖുർആനും ഹദീസുകളും നമ്മെ പഠിപ്പിക്കുമ്പോൾ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആയത്തിന്റെയും ഹദീസിന്റെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ, പ്രമാണങ്ങളുടെയും സ്വന്തം അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ ഈ 5 തരം ബന്ധങ്ങളും നിഷേധിക്കുവാൻ നിവൃത്തിയില്ല. ഈ 5 തരം ബന്ധങ്ങളിൽ ഇവിടെ ബർസഖ് എന്ന് വിശുദ്ധ ഖുർആൻ പേര് നൽകിയിരിക്കുന്ന ആ സമയത്തെ ബന്ധത്തെ സംബന്ധിച്ചാണ് ഇവിടുത്തെ നമ്മുടെ ചർച്ച. وَمِنْ وَرَائِهِمْ بَرْزَخٌ إِلَى يَوْمِ يُبْعَثُونَ. മനുഷ്യനെ പുനർജനിപ്പിക്കപ്പെടുന്നത് വരെ, മനുഷ്യനിക്ക് ബഅ്സ് നൽകപ്പെടുന്നത് വരെ, അവന് പുനർജന്മം നൽകപ്പെടുന്നത് വരെ മനുഷ്യന്മാർ ജീവിക്കുന്നത് ഒരു ബർസഖിലാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ ആയത്തുമായി ബന്ധപ്പെടുത്തി അള്ളാഹു വിശേഷിപ്പിച്ച ബർസഖ് എന്ന പദത്തെ വെച്ചുകൊണ്ടാണ് ആഖിറത്തിന്റെയും ദുന്യാവിന്റെയും ഇടക്കുള്ള ആ താമസവേളയെ, കാലഘട്ടത്തെ, ആ സന്ധിയെ, ആ ദശയെ വിശുദ്ധ ഖുർആനും മുസ്ലിമീങ്ങളും വിവരിക്കുന്നത് ബർസഖ് എന്ന്. അപ്പൊ ബർസഖ് ഈ ജീവിതം എന്നാണ് മുസ്ലിമിന്റെ ഭാഷ. മനുഷ്യരെല്ലാം ഇത് അംഗീകരിക്കണമെന്നില്ല. മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് മുസ്ലിമിന്റെ ഭാഷ ബർസഖ്, ഈ ജീവിതം. ഇത് അള്ളാഹു പഠിപ്പിച്ച ഭാഷയാണ്. പുനർജന്മം നടക്കുന്ന നാൾ വരേക്കുമുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അള്ളാഹു താല പറയുന്നത് മനുഷ്യൻ ബർസഖിലാണ് എന്ന്. ബർസഖിലുള്ള ഈ ജീവിതത്തെ സംബന്ധിച്ചാണ് മരിച്ചവരുടെ ലോകം എന്ന വിഷയം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഈ ജീവിതത്തെ തീർത്തും നിഷേധിക്കാൻ മുസ്ലിമുകൾക്ക് നിവൃത്തിയില്ലല്ലോ. എല്ലാ മുസ്ലിങ്ങളും 4 കാര്യത്തെ തൊട്ട് ഓരോ നമസ്കാരത്തിന്റെയും അത്തഹിയാത്തിൽ അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ എല്ലാ നമസ്കാരങ്ങളിലും കാവൽ തേടിയിട്ടുണ്ട്. ആ കാവൽ തേടലില്ലാതെ നമസ്കരിക്കുന്നത് അപൂർണമാണെന്ന് ബഹുമാനപ്പെട്ട ഫുഖഹാ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ വഫിത്നതിഹി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നതിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നതിൽ മസീഹിദ് ദജ്ജാൽ. ഇത് സമൂഹത്തിലുള്ള പുത്തൻവാദികളടക്കം മുസ്ലിം സമുദായത്തിലെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അത്തഹിയാത്തിന്റെ പ്രാർത്ഥനയായി എല്ലാവരും പഠിപ്പിക്കുന്നതുമാണ്. ആദരവായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവായി ചൊല്ലിയിരുന്ന പ്രാർത്ഥനയും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. ഖബറിന്റെ അകത്തെ ശിക്ഷയെ തൊട്ട് പടച്ചവനെ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വഫിത്നതിഹി, ഖബറിന്റെ അകത്തെ ഫിത്നയെ തൊട്ടും പരീക്ഷണത്തെ തൊട്ടും ഞാൻ നിന്നോട് കാവൽ തേടുന്നു.
വമിൻ അദാബിൻ നാർ, പരലോകത്തെ നരകശിക്ഷയെ തൊട്ടും ഞാൻ എന്നോട് കാവൽ തേടുന്നു. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിലും മരണത്തിലും സംഭവിക്കുന്ന സകലവിധ പരീക്ഷണങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നും ഞാൻ എന്നോട് കാവൽ തേടുന്നു. വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ജീവിതത്തിന്റെ ഫിത്നകളിൽ ഖിയാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ദജ്ജാൽ, മസീഹുദ് ദജ്ജാൽ, ആ തിന്മയുടെ ശക്തിയുടെ സകലവിധ പരീക്ഷണങ്ങളിൽ നിന്നും പടച്ചവനെ ഞാൻ എന്നോട് കാവൽ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാത്ത വിശ്വാസി മുസ്ലിംകളുടെ കൂട്ടത്തിലില്ല. നിസ്കരിക്കുന്നവരൊക്കെ ദുആ ചെയ്യുന്നത്. അപ്പൊ ഖബറിന്റെ അകത്തെ ശിക്ഷയും ഖബറിന്റെ അകത്തെ ഫിത്നയും എന്ന് പറയുന്നത് നരകശിക്ഷയ്ക്ക് മുൻപാണല്ലോ. നരകശിക്ഷയാണല്ലോ പരലോകത്തിലെ ശിക്ഷ. പരലോക ശിക്ഷ വരുന്നതിന് മുൻപേ ഖബറിന്റെ അകത്തെ ശിക്ഷ, ഖബറിന്റെ അകത്തെ ഫിത്ന, ഇത് വിശ്വസിക്കാത്തവർ മുസ്ലിങ്ങളിൽ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. എല്ലാ വിഭാഗവും ഇത് സമ്മതിക്കുന്നതായാണ് നാം മനസ്സിലാക്കുന്നത്. ഈ ഫിത്നയും ഖബറും, ഖബറിന്റെ അകത്ത് വെച്ച് നടക്കുന്ന ഫിത്നയും അദാബും ബർസഖി ജീവിതത്തിൽ നടക്കുന്ന അനുഭവമാണല്ലോ. ഇത് വിശ്വസിക്കുന്ന മുസ്ലിം, ഖബർ ശിക്ഷയും ഖബറിലെ സുഖവും അംഗീകരിക്കുന്ന മുസ്ലിം ബർസഖി ജീവിതത്തെ നിഷേധിക്കാൻ യാതൊരു വകുപ്പും കാണുന്നില്ല. പക്ഷേ വിശ്വാസികളിൽ ചിലരും ഇവിടെ നിഷേധികളുടെ റോളിൽ വരികയാണ്. മരിച്ചുപോയാൽ പിന്നെ സമ്പൂർണ്ണ വാസമാണെന്ന ഭാവേനയാണ് അവരുടെ സംസാരം. മരണപ്പെട്ടവർക്ക് പിന്നെ എന്ത്, മരിച്ചാൽ പിന്നെന്ത്, മരിച്ചാൽ പിന്നെന്ത് കഴിവ്, മരിച്ചാൽ പിന്നെന്ത് കേൾവി, മരിച്ചാൽ പിന്നെന്ത് അറിവ്, ഈ ഭാവത്തിലാണ് അവരുടെ സംസാരവും എഴുത്തും പ്രസംഗവുമൊക്കെ. അവരിലുള്ള വിവരമുള്ളവരും പണ്ഡിതന്മാരും പലതരം കാവലുകൾ കാക്കുന്നുണ്ടെങ്കിലും പ്രയോഗങ്ങളിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടെങ്കിലും സാധാരണക്കാർ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേറെ, നമുക്ക് യാതൊരു കഴിവുമില്ല, നമുക്ക് യാതൊരു സിദ്ധിയുമില്ല, നമുക്ക് യാതൊരു അറിവുമില്ല എന്ന്. എഴുതുമ്പോൾ അവരെഴുതുക ആ അറിവ്, ആ തിരിവ്, ആ കേൾവി നമുക്ക് നിരൂപിക്കാൻ കഴിയില്ല, എങ്ങനെയെന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെയാണെങ്കിലും വിവരമുള്ളവർ അങ്ങനെയൊക്കെ സൂക്ഷിച്ചു പറഞ്ഞാലും സാധാരണക്കാർ മനസ്സിലാക്കുന്നത് മരിച്ചുപോയാൽ പിന്നെന്ത്, മരണപ്പെട്ടവർ അവരുടെ ലോകം, ഖബറിങ്ങ ചെന്ന ഇടപാട്, മക്ബറയിൽ ചെന്ന ഇടപാട്, മക്ബറയുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ എല്ലാ ഇടപാടും എന്ന് ആരോപിക്കുന്നവരൊക്കെ മക്ബറയിൽ കൊണ്ടുപോയി മയ്യത്തിനെ മറമാടിക്കഴിഞ്ഞാൽ പിന്നെ ആ മറമാടക്കപ്പെട്ട ലോകത്തുള്ളവരുമായി കൂടുതൽ ബന്ധമില്ലെന്നും അവരെങ്ങോ ഏതോ തരത്തിലുള്ള നാശത്തിലേക്കാണ് പോയിരിക്കുന്നതെന്നും വിശ്വസിക്കുന്ന പോലെ, വിചാരിക്കുന്ന പോലെ സമൂഹത്തിലെ സാധാരണക്കാർ ധരിച്ചു വശായിരിക്കുന്നു. ഈ ഒരു അപകടം എങ്ങനെയുണ്ടായി? ഇത് വാസ്തവത്തിൽ മരിച്ചവരുടെ ലോകത്തെക്കുറിച്ച്, അതായത് ബർസഖി ജീവിതത്തെ സംബന്ധിച്ച ശരിയായ അവബോധത്തിന്റെ കുറവാണ്, തിരിച്ചറിവിന്റെ കമ്മിയാണ്, വിശ്വാസത്തിന്റെ കമ്മിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുകൊണ്ട് തന്നെ നമ്മുടെ പുത്തൻവാദികൾ ഇതുമായി ബന്ധപ്പെടുത്തി അവർ വാദിക്കുന്ന വാദങ്ങളിലൊക്കെ ഈ അറിവിന്റെ കമ്മി തെളിഞ്ഞു കാണാം, ഈ അവബോധത്തിന്റെ കുറവ് കാണാം. വാദങ്ങളിലൊക്കെ മരിച്ചവർ കേൾക്കില്ല, മരണപ്പെട്ട മഹാത്മാക്കളോട് സഹായം തേടിക്കൂടാ, മരണപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നടത്തിയൂടാ, ഇത് നടത്തിയൂടാ, മരിച്ച ശേഷം പിന്നെ നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല, മരണപ്പെട്ട ശേഷം പിന്നെ എന്തു ചെയ്തിട്ടും കാര്യമില്ല, മരണപ്പെട്ടവർ അവരുടെ ലോകത്ത്, നമ്മൾ നമ്മുടെ ലോകത്ത്. അപ്പൊ മരിച്ചവരുടെ ലോകത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ലോകമുണ്ടെന്നും ആ ലോകത്ത് ഒരു ജീവിതമുണ്ടെന്നും മനസ്സിലാക്കിയാൽ പോലും വിശുദ്ധ ഖുർആൻ ആ ജീവിതത്തെക്കുറിച്ച് നൽകുന്ന പാഠമെന്ത്, അള്ളാഹുവിന്റെ റസൂൽ ആ ജീവിതത്തെക്കുറിച്ച് നമ്മെ ധരിപ്പിക്കുന്ന ചിന്തകൾ എന്ത്, വിശ്വാസങ്ങൾ എന്ത് എന്ന കാര്യത്തിൽ ഇപ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിൽ വളരെ വലിയ വസ്വാസ് വാസ്തവത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതും നമ്മുടെ പുത്തൻവാദികളുടെ തെറ്റായ ജീവിതം കൊണ്ടും തെറ്റായ സമീപനം കൊണ്ടും വരുന്നതാണ്. വാസ്തവത്തിൽ ഈ ലോകത്തെ നമ്മുടെ ഇന്നത്തെ വർത്തമാന ജീവിതവും പരലോക ജീവിതവും തമ്മിൽ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ഇസ്ലാമിക പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ ഒരു ചെറിയ വിശദീകരണം നൽകുകയാണ് ഇവിടുത്തെ വിഷയാവതരണത്തിന്റെ ഉദ്ദേശം. ഈ നേർക്കുനേർ പരിപാടിയിലെ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇതാണ്. ഇപ്പോൾ നമ്മുടെ ജീവിതം, ആത്മാവുമായി ഇപ്പോൾ നമുക്കുള്ള ബന്ധം കുറച്ച് ശക്തമായ ബന്ധമാണ്. ആ ശക്തമായ ബന്ധത്തെ തന്നെ വാസ്തവത്തിൽ നമ്മളൊന്ന് നിരൂപിച്ചു നോക്കി. ആത്മാവിനെ ഒരു തടവറയിലാക്കിയ തരത്തിലുള്ള ബന്ധമല്ലേ വാസ്തവത്തിൽ ഇപ്പോൾ നമ്മുടെ ശരീരവുമായി ആത്മാവിനുള്ളത്? എനിക്കിപ്പോൾ കോഴിക്കോട്ടെത്തണം, 5 മിനിറ്റ് കൊണ്ട് കോഴിക്കോട്ടെത്തണം എന്നെന്റെ ആത്മാവിന് മോഹമുണരാം, ആഗ്രഹം ജനിക്കാം. പക്ഷെ ആത്മാവിനങ്ങനെ തോന്നിയാൽ, എനിക്കങ്ങനെ തോന്നിയാൽ, എനിക്ക് എന്ന് പറയുന്നതന്നെ ആത്മാവാണ്, ഞാൻ, നീ, അവൻ എന്നൊക്കെ പറയുന്ന ആത്മാവ് എന്ന് മനസ്സിലാക്കാൻ ഞാൻ പറ്റൂല.
ഈ ബോഡിയെ കൊണ്ടാണ് ഞാൻ, നീ, അവൻ എന്നൊക്കെ പറയുന്നത് എന്ന് പറയാൻ നിരൂപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളും തയ്യാറാവില്ല. അപ്പൊ അവൻ, ഞാൻ, നീ എന്നൊക്കെ പറയുന്നത് ആത്മാവിനെ. എനിക്ക് തോന്നി കോഴിക്കോട്ടെത്തണമെന്ന്, അതായത് എന്റെ ആത്മാവ് മോഹിച്ചു കോഴിക്കോട്ടെത്തണമെന്ന്. പോകാൻ കഴിയില്ല. എന്റെ ശരീരം അതിന് സമ്മതിക്കൂല. എന്റെ ശരീരത്തിന്റെ തടവറയിലുള്ള ആത്മാവിന് ശരീരം പോകുമ്പോഴേ കോഴിക്കോട്ടെത്താൻ കഴിയൂ. സാധാരണഗതിയിൽ ഇതാണ് രീതി. അസാധാരണമായി ഇവിടെയും ശരീരത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ആത്മാവ് കൊണ്ട് യാത്ര ചെയ്യുന്നവരുണ്ട്. അത്തരം ആത്മീയ യാത്രകളുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ നമ്മുടെ അനുഭവങ്ങളിൽ നമ്മുടെ ശരീരത്തിന്റെ തടിവറയിൽ നിൽക്കുന്ന, ദേഹത്തിന്റെ തടവറയിൽ നിൽക്കുന്ന ദേഹി ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കില്ല. ദേഹിയുടെ ഉദ്ദേശം പോലെ കാര്യങ്ങൾ നടക്കാൻ വിലങ്ങുകളുണ്ട്, പ്രതിബന്ധങ്ങളുണ്ട്. എന്തുകൊണ്ട്? ജഡപ്രധാന ലോകമാണിത്. ജഡത്തിനാണ് ഇവിടെ പ്രാധാന്യം. ജഡവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജഡത്തിന്റെ തടവറയിൽ നിന്നുകൊണ്ട്, ജഡത്തിന്റെ പരിമിതികൾക്കൊത്തുകൊണ്ട്, ജഡവുമായി ബന്ധപ്പെട്ട ജഡത്തിന്റെ എല്ലാവിധ ന്യൂനതകൾക്കും ഒത്തുകൊണ്ട് ആത്മാവിന് സഞ്ചരിക്കുവാനേ ഇവിടെ കഴിയൂ. ജഡത്തിന് എപ്പോൾ എത്താൻ കഴിയൂ? എപ്പോഴേ കഴിയൂ? ഉദാഹരണം, എന്റെ ജഡം ചുമന്നു കൊണ്ടുപോകുന്ന ബസ്സുണ്ടെങ്കിലേ എനിക്ക് ഉദ്ദേശിച്ച സ്ഥലത്തെത്തൂ. വാഹനമുണ്ടെങ്കിലേ ഉദ്ദേശിച്ച സ്ഥലത്തെത്തൂ. എന്റെ ജഡമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കൊരുപാട് ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്. ഈ ദുഃഖവും സന്തോഷവും ഒന്നും അതിന്റെ തേട്ടം പോലെ പ്രവർത്തിക്കാൻ, ആത്മാവിന്റെ മോഹം പോലെ പ്രവർത്തിക്കാൻ പറ്റില്ല. ശരീരത്തിന്റെ തടവറയിൽ നിൽക്കും. അപ്പൊ ശരീരത്തിനു പ്രാധാന്യമുള്ള, ജഡത്തിനു പ്രാധാന്യമുള്ള, ജഡപ്രധാനമായ ഈ ലോകത്ത് ആത്മാവിന് അത്ര തന്നെ പ്രധാനമില്ല. ജഡവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ജഡപ്രധാന ലോകത്ത് നിന്ന് മരിച്ചവരുടെ ലോകത്തേക്ക് എത്തിയാൽ മരിച്ചവരുടെ ലോകം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അവിടെ ആത്മപ്രധാന ലോകമാണ്. ആത്മാക്കൾക്കാണ് പ്രാധാന്യം. ജഡം അവിടെ രണ്ടാം നമ്പർ ആവുകയാണ്. ആത്മാവിന്റെ പ്രാധാന്യം ജഡത്തിന് അവിടെ കിട്ടുന്നില്ല. നാം വളരെ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. ആത്മാവിന്റെ ലോകത്തെത്തുമ്പോൾ മരിച്ചവരെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? പരേതാത്മാക്കൾ. പത്രത്തിനും കൂടി കാണും, പരേതാത്മാവിന് അള്ളാഹു മൗഫറത്ത് നൽകട്ടെ, പരേതാത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ. ഈ പരേതാത്മാവ് എന്ന നമ്മുടെ വിളി തന്നെ മരിച്ചവരുടെ ലോകത്തേക്ക് എത്തുമ്പോ നമ്മൾ ആളുകളെ വിളിക്കുന്നത് പരേതാത്മാവ് എന്നാണ്. ആത്മാവിനാണ് ഇവിടെ പ്രാധാന്യം എന്ന് ഈ പ്രയോഗം അറിയിക്കുന്നു. അപ്പൊ ആത്മപ്രധാന ലോകമായ മരിച്ചവരുടെ ലോകത്തേക്ക് എത്തിയാൽ ആത്മാക്കളാണ് അവിടെ കാര്യങ്ങൾ നടത്തുന്നത്. ആത്മാവിന്റെ ഉദ്ദേശത്തിനൊത്ത് ചിലപ്പോൾ ജഡം അവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ജഡം കിട്ടുകയും ചെയ്യും, ചിലപ്പോൾ ജഡം കിട്ടുകയില്ല. ജഡവുമായി ബന്ധപ്പെടുന്നതിനേക്കാൾ, ജഡത്തിലുള്ള തടവറയിൽ നിലകൊള്ളുന്നതിനേക്കാൾ ആത്മാവിനാണ് അവിടെ കൂടുതൽ പ്രത്യേകത. ഒരു വേള നാം ആലോചിച്ചാൽ, ഇതിനെ മറ്റൊരു വിധത്തിൽ വിശദീകരിച്ചാൽ, ജഡത്തിന്റെ തടവറയിൽ നിന്നുള്ള ഒരുവിധ മോചനമാണ് മരണം എന്ന് പറയാം. ഇതുകൊണ്ട് മരണത്തെ കൈകാട്ടി വിളിച്ചവരുണ്ട്, കൈകാട്ടി സ്വാഗതം ചെയ്തവരുണ്ട്. യഹബ്ബദൽ മൗത്ത്, മരണം അതല്ലേ വരേണ്ടത് എന്ന് പറഞ്ഞവരുണ്ട്. ആത്മീയ ലോകത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ബർസഖിലെ ജീവിതത്തെക്കുറിച്ചും ആഖിറത്തിലെ ജീവിതത്തെക്കുറിച്ചും നല്ല ശരിയായ വിശ്വാസമുള്ള ഒരു വിശ്വാസിക്ക് മരണം തുല്യ വിലയാണ്. മരിക്കുന്നതാണ് സന്തോഷം. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ മരണമല്ലേ വരേണ്ടത്, മരിക്കാനല്ലേ നമ്മൾ നിൽക്കുന്നത്, സബാഷ് മരണം എന്ന് പറഞ്ഞവരില്ലേ? എന്തുകൊണ്ടാണത്? ശരീരത്തിന്റെ പിടുത്തത്തിൽ നിന്നുള്ള പൂർണ്ണമായ മോചനം എന്ന പോലെ വാസ്തവത്തിൽ ആത്മാവിന് മോചനം കിട്ടുകയാണ്. അപ്പൊ ആത്മാവിന് മോചനം കിട്ടി ആത്മപ്രധാനമായ ലോകത്തേക്ക് മനുഷ്യൻ മരിക്കുന്നതോടുകൂടെ ചെന്നെത്തുകയാണ്. എന്നാലും ആത്മാവിനും ശരീരത്തിനും ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തരം ജീവിതമാണവിടെ. ആ ജീവിതത്തിൽ സമ്പൂർണതയില്ല, ഇഷ്ടം പോലെ വിരാജിക്കാനാവില്ല. അള്ളാഹു നിശ്ചയിച്ച വിധം ആത്മാവിൻ്റെതായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അള്ളാഹു ആത്മാവിന് നൽകുന്ന സിദ്ധികളുടെ പൂർണ്ണ ഗുണവും പ്രധാനപ്പെട്ട ഗുണങ്ങളും അവിടെ ലഭിക്കുന്നില്ല. അത് പിന്നീട് ലഭിക്കുന്നത് ശരീരത്തെ അള്ളാഹു തആല അതിന്റെ ആദ്യാവസ്ഥ പോലെ തന്നെ പുനഃസൃഷ്ടിച്ച്, ആ പുനഃസൃഷ്ടിച്ച ശരീരവുമായി ആത്മാവിനെ ബഅസോടുകൂടെ ബന്ധപ്പെടുത്തിയിട്ട് പരലോകത്ത് കൊണ്ടുവരുന്നതോടുകൂടിയാണ് നശിക്കാത്ത നാം ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ നശിക്കുന്നില്ല. 33 വയസ്സുകാരായി ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യന്മാർ 33 വയസ്സുകാരാണെന്നും സ്വർഗീയരെ കുറിച്ച് വിശുദ്ധ
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്ന് ബന്ധപ്പെട്ട് നമ്മുടെ ഇമാമുകൾ വിവരിക്കുന്നുണ്ട്. 33 വയസ്സുകാരായ നമുക്ക് അനന്തമായ പരലോകത്തിലെ സ്വർഗ ജീവിതത്തിൽ പിന്നെ വയസ്സ് മാറുന്നില്ല, മുടി നരക്കുന്നില്ല, ശരീരം ശോഷിക്കുന്നില്ല, ശരീരം ക്ഷയിക്കുന്നില്ല, വികൃതിപ്പെടുന്നില്ല. അതിന്റെ പൂർണ്ണാവസ്ഥയിൽ നമ്മെ അള്ളാഹു എങ്ങനെയാണോ പുനർജനിപ്പിക്കുന്നത് അതിന്റെ അതേ അവസ്ഥയിൽ നിലകൊള്ളുകയാണ്. അപ്പോൾ ആ അവസ്ഥക്ക് മുൻപായി എന്നാൽ ദുനിയാവിലെ ജഡപ്രധാനമായ ലോകത്തിലെ ജഡത്തിന്റെ തടവറയിൽ ആത്മാവ് പ്രതിബന്ധങ്ങൾക്ക് വിധേയമായി, പ്രതിസന്ധികൾക്ക് വിധേയമായി, ജഡത്തിൻ്റെതായ പരിമിതകൾക്ക് വിധേയമായി നിലകൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഇഹലോക ജീവിതത്തിന്റെ അപ്പുറത്ത്, പരലോക ജീവിതത്തിന്റെ സമ്പൂർണതയ്ക്ക് ഇപ്പുറത്ത് രണ്ടിനെയും മധ്യത്തിലുള്ള ഒരു ജീവിതമാണ് എന്നല്ലാഹു പറഞ്ഞ ബർസഖിന്റെ ജീവിതം. ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും മധ്യേയുള്ള ജീവിതം. ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും മധ്യേയുള്ള ഭിത്തി ആണല്ലോ ബർസഖ് എന്ന വാക്യത്തിന്റെ അർത്ഥം. മറ, രണ്ട് സമുദ്രങ്ങൾക്കിടയിലുള്ള ഭിത്തി. ഖുർആൻ പറയുന്നുണ്ട് ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. ഉപ്പുജലത്തിന്റെയും ശുദ്ധജലമായ സാധാരണ വെള്ളത്തിന്റെയും നദികൾ സമുദ്രത്തിലേക്ക് ചേരുന്നു നമ്മൾ പറയാറുണ്ട്. പക്ഷേ സമുദ്രത്തിന്റെയും ഉപ്പുജലത്തിന്റെയും സമുദ്രജലത്തിന്റെയും നദികളുടെ ജലത്തിന്റെയും ഇടയിൽ ബൈനഹുമാ ബർസഖ്, ഭിത്തിയുണ്ട്. കൂടിച്ചേരാൻ അനുവദിക്കാത്ത ഭിത്തി ഖുർആൻ പറയുന്നു. അപ്പൊ തടയുന്ന ഭിത്തിക്ക് അല്ലാഹു തആല പറഞ്ഞ ബർസഖ് എന്ന ശബ്ദമാണ് നമ്മുടെ പരലോകത്തിന്റെയും ഇഹലോകത്തിന്റെയും ഇടക്കുള്ള മധ്യജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്ന ശബ്ദം ബർസഖ്. ഈ ബർസഖ് ഈ ജീവിതത്തിൽ റൂഹിന്റെ മോഹങ്ങൾക്കനുസരിച്ചല്ല നടക്കുന്നത്. ആത്മപ്രധാന ലോകത്ത് അർവാഹുകൾ, ആത്മാക്കൾ നേരിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. ശരീരത്തിന്റെ തടസ്സങ്ങൾ അവിടെയില്ല, ശരീരത്തിന്റെ അകൽച്ചയും അവിടെയില്ല. ഇതുകൊണ്ടാണല്ലോ ആത്മാവിന് ഈ തരത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്താൻ നമ്മെ ദിനേന അല്ലാഹു തആല ഉറക്കത്തിൽ ആത്മാവിനെ പിടിച്ചു വെച്ചുകൊണ്ട് ആത്മാവിന്റെ സിദ്ധികളെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. നമ്മൾ എവിടെയൊക്കെ പോയി വരാറുണ്ട്? ഒരു ദിവസം ഉറങ്ങിക്കിടക്കുമ്പോ, ഒരു ദിവസത്തിൽ ഉറങ്ങിക്കിടക്കുമ്പോ നമ്മൾ എവിടെയൊക്കെ പോയി വരും? ഗൾഫ് നാടിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരാൾ അവന്റെ നാടിൽ വന്നാൽ അവനവന്റെ കച്ചവട പീടികയിലും അവന്റെ ഗൾഫിലെ കച്ചവട സ്ഥലത്തും ഒക്കെ പോയി വരാറുണ്ട്. രാത്രിയിൽ ത്രിശങ്കുവിന്റെ സ്വർഗത്തിൽ പോയി വരുന്നവരുണ്ടാവും, സാക്ഷാൽ സ്വർഗത്തിൽ എത്തി എന്ന് ധരിക്കുന്നവരുമുണ്ടാകും. എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? ഉറക്കത്തിൽ നാം കാണുന്ന സ്വപ്നങ്ങളെ വിലയിരുത്തുന്ന ഒരാൾക്ക് ആത്മാവിന്റെ ഒരു യാത്രയാണിതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെ വാസ്തവത്തിൽ വിശുദ്ധ ഖുർആനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആത്മാവിനെ പിടിച്ചു വെക്കുന്നതും പിടിച്ചു വെക്കാത്ത ആത്മാവിനെ തിരിച്ചയക്കുന്നതും എന്ന് അല്ലാഹു പറഞ്ഞ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദിനേന നടക്കുന്ന നമ്മുടെ ആത്മീയ യാത്രയിൽ അർവാഹുകൾ, മരിച്ചവരുടെ പരേതാത്മാക്കളുമായി ബന്ധപ്പെടുന്ന ബന്ധത്തെ അല്ലാഹുവിന്റെ റസൂൽ ഉണർത്തുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. അൽ ഹാഫിദ് അബൂ അബ്ദുല്ലാഹി ഇബ്നു മന്ദ അദ്ദേഹം നിവേദനം ചെയ്ത ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തങ്ങൾ അവർ ഈ ആയത്തിന്റെ വ്യാഖ്യാനം പറയുന്നു. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. ഈ ആയത്തിന്റെ വ്യാഖ്യാനമായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഖാൽ ബലനി അന്ന അർവാഹൽ അഹ്യാഇ വൽ അംവാത് തതലഖാ ഫിൽ മനാം. എനിക്ക് സ്വഹാബാക്കളിൽ നിന്നും അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അന്ന അർവാഹൽ അഹ്യാഇ, ജീവിച്ചിരിക്കുന്നവരുടെ ആത്മാക്കൾ, വൽ അംവാത്, പരേതാത്മാക്കളും, തതലഖാ ഫിൽ മനാം, ഉറക്കത്തിന്റെ വേളയിൽ ഇവർ രണ്ടു കൂട്ടരും സന്ധിക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ പരേതാത്മാക്കളുമായി ജീവിച്ചിരിക്കുന്നവരുടെ ആത്മാക്കൾ സന്ധിക്കുന്നു. ഫയതസാഅലൂന ബൈനഹും, അവർ തമ്മിൽ കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുന്നു, അവർ തമ്മിൽ സംസാരിക്കുന്നു, രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. നേരായ കിനാവ്, നേരായ സ്വപ്നം, റുഅ്യ സ്വാദിഖ, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് വഹയ്യായി വരുന്നതും ഔലിയാക്കന്മാർക്ക് കറാമത്തായി നിലകൊള്ളുന്നതുമായ റുഅ്യ സ്വാലിഹ, നുബുവത്തിന്റെ 46 അംശത്തിൽ ഒരു അംശമായി ഇന്നും നിലകൊള്ളുന്ന റുഅ്യ സ്വാലിഹ. ഈ റുഅ്യ സ്വാലിഹയുടെ ഗതി സാക്ഷാൽ പരേതാത്മാക്കളുമായി നമ്മുടെ ആത്മാക്കൾ സംവദിക്കുകയാണ്, നമ്മുടെ ആത്മാക്കൾ സംസാരിക്കുകയാണ്, നമ്മുടെ ആത്മാക്കൾ സമ്മേളിക്കുകയാണ്. നമ്മുടെ ആത്മാക്കൾ അവിടെ വെച്ച് സംസാരിച്ച് അവരുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോ ഫയുംസികുല്ലാഹു അർവാഹൽ മൗതാ, മരണപ്പെട്ടവരുടെ ആത്മാക്കളെ അല്ലാഹു അവിടെ തന്നെ തടഞ്ഞു വെക്കും, പോരാൻ അനുവദിക്കൂല. വയുർസിലു അർവാഹൽ അഹ്യാ, ജീവിച്ചിരിക്കുന്നവരുടെ ആത്മാക്കളെ അല്ലാഹു തആല ഇങ്ങോട്ട് തന്നെ വിടും. ഇലാ ജിസാദിഹാ, അവരുടെ ശരീരങ്ങളിലേക്ക് തന്നെ വിടും.
ഇബ്നു അബി ഹത്തം തന്റെ തഫ്സീറിൽ ഇമാം സുദ്ദിയെ തൊട്ട് ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നു. ഇമാം സുദ്ദി പറഞ്ഞു, യതവഫാഹാ ഫീ മനാമിഹാ ഫയതലഖാ റൂഹുൽ ഹയ്യ് വറൂഹുൽ മയ്യിത്ത്. ജീവിച്ചിരിക്കുന്നവന്റെ ആത്മാവും മരിച്ചവന്റെ ആത്മാവും തമ്മിൽ സമ്മേളിക്കും. ഫയതദാക്കറാനി, അവർ വർത്തമാനം പറയും. വയതആറഫാനി, അവർ തമ്മിൽ പരിചയം പുതുക്കും. ഖാൽ ഫതർജിഉ റൂഹുൽ ഹയ്യ് ഇലാ ജസദിഹി ഫിദ് ദുനിയ. ജീവിച്ചിരിക്കുന്നവന്റെ ആത്മാവ് ആ ആത്മാവിന്റെ ശരീരത്തിലേക്ക് തിരിച്ചു പോരും. വതുരീദു റൂഹുൽ മയ്യിത്തി അൻ തർജിഅ ഇലാ ജസദിഹി. പരേതാത്മാവിന്റെ റൂഹും പരേതാത്മാവിന്റെ ഖബറിലുള്ള ജസദിലേക്ക് മടങ്ങാൻ വേണ്ടി കൊതിക്കും, ഉദ്ദേശിക്കും. ഫതുഹ്ബസു, അതിനെ തടയപ്പെടും. അതാണ് ഫയുംസികുല്ലതി ഖളാ അലൈഹൽ മൗത്ത്. മരിച്ചു കഴിഞ്ഞ ആത്മാവിനെ തിരിച്ച് ജഡത്തിലേക്ക് പോരാൻ അനുവദിക്കാതെ അള്ളാഹു തടഞ്ഞു നിർത്തുമെന്നാണ് ആ ആയത്തിന്റെ അർത്ഥമെന്ന് ഇമാം സുദ്ദി വിവരിക്കുന്നതായി ഇബ്നു അബി ഹത്തം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഉദ്ധരിക്കുന്നു. അപ്പൊ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസ്താവനയിൽ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും തമ്മിൽ ആത്മാവിന്റെ ബന്ധം നടക്കുന്നതും സംസാരിക്കുന്നതും പറയുന്നത് ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ആത്മാവ് മരിച്ചവരുടെ ആത്മാവുമായി ബന്ധപ്പെട്ടുള്ള ബന്ധത്തെ ആസ്പദമാക്കിയാണ്. എന്തുകൊണ്ട് നമ്മുടെ ആത്മാവൻ അങ്ങോട്ട് പോകാൻ കഴിയുന്നു? ജഡത്തിൽ നിന്നുള്ള താൽക്കാലികമായ ബന്ധം അല്ലാഹു തആല തടഞ്ഞു വെച്ച് ആത്മാവിനൊരൽപ്പം സ്വാതന്ത്ര്യം നൽകി പിടിച്ചുകൊണ്ടുപോയപ്പോൾ ആ പിടിച്ചുകൊണ്ടുപോയ മരണത്തിന്റെ അവസ്ഥയുടെ സഹോദരനായ ഉറക്കിന്റെ വേളയിൽ തന്നെ നമുക്ക് ആത്മീയമായി യാത്ര നടത്താൻ പറ്റുന്നു. അവിടെ നമുക്ക് ബസ് ആവശ്യമില്ല, കാർ ആവശ്യമില്ല, ബന്ധനങ്ങളൊന്നുമില്ല, തടസ്സങ്ങളൊന്നുമില്ല. സുഖമായി നമ്മുടെ ആത്മാവ് യാത്ര ചെയ്യുന്നു. അപ്പൊ ജഡവുമായി ബന്ധപ്പെടാതെ ആത്മാവ് നിലകൊണ്ടാൽ ആത്മാവിന് അതിശയങ്ങൾ പലതും സാധിക്കുമെന്നും പൂർണ്ണമായ അതിന്റെ സിദ്ധികളിലെ ഒരുപാട് അനുഭവങ്ങൾ അനുഭവിക്കാൻ പറ്റുമെന്നും ഇവിടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ ആത്മാവുമായി ബന്ധപ്പെട്ടത് ആത്മാവിന്റെ ചർച്ച ഇന്ദ്രിയാതീതമായതുകൊണ്ട് അദൃശ്യമായതുകൊണ്ട് തന്നെ പൂർണ്ണമായ അതിന്റെ സ്ഥിതിയും പൂർണ്ണമായ അതിന്റെ സിദ്ധികളും നമുക്കറിയില്ല, വിവരിക്കാനും കഴിയില്ല. ബൗദ്ധികമായി ചർച്ച ചെയ്ത് അത് വിവരിക്കുന്നവർ എങ്ങു നിന്നോ കിട്ടുന്ന ശകലങ്ങൾ കണക്കിലെടുത്ത് അവരുടെ ബുദ്ധി കൊണ്ട് ഭാവനാവിലാസം കെട്ടിപ്പടുത്ത് ഉണ്ടാക്കുന്ന വിവരണങ്ങളാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കേവലം തോന്നലുകളല്ല, ഊഹങ്ങളല്ല, കണ്ടെത്തലുകളല്ല, നിഗമനങ്ങളല്ല. അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയച്ചുകൊണ്ട് വിശ്വാസികൾക്ക് ബോധ്യപ്പെടുന്ന അത്രയും അംശം, വിശ്വാസികൾ മനസ്സിലാക്കൽ അനിവാര്യമായ അത്രയും ഭാഗം അല്ലാഹു തആല വഹയ്യായി ആരംഭ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, തങ്ങൾ മുഖേന നമ്മെ പഠിപ്പിക്കുന്നു. ഇതാണ് മതം, ഇതാണ് ദീൻ. ദീനിൽ വിശ്വസിക്കുന്ന ആൾക്ക് അല്ലാഹുവിന്റെ റസൂൽ നൽകുന്ന പാഠങ്ങൾ അംഗീകരിക്കാം. യുക്തിക്കതീതമല്ലാതെ, യുക്തിക്ക് വിരുദ്ധമല്ലാതെ, യുക്തിക്കതീതമായ കാര്യങ്ങളും യുക്തിക്ക് വിരുദ്ധമല്ല, യുക്തിക്കും ബുദ്ധിക്കും വിരുദ്ധമല്ലാത്ത കാര്യങ്ങളായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്ന അളവ് നമ്മൾ വിശ്വസിക്കേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. അനിവാര്യമായ അത്രയും ഭാഗം മാത്രമേ ഇതുമായി ബന്ധപ്പെടുത്തി നമുക്കാവൂ. ഇവിഷയകമായി പരലോകാത്മാക്കൾ, പരേതാത്മാക്കൾ, മരിച്ചവരുടെ ലോകം, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇമാമുകൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കി വിവരിച്ചു തന്ന അറിവ് മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. ആ അറിവുകൾക്ക് മാത്രമേ പ്രാമാണികതയുള്ളൂ. ആ അറിവുകളെ നിരാകരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. ആ അറിവുകൾ വെച്ചുകൊണ്ടുള്ള ചർച്ചയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ അറിവുകൾ നമ്മുടെ ഇമാമുകൾ പല വിധത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇത്തരം അറിവുകൾ വെച്ച് ആത്മാവിനെ സംബന്ധിച്ച് നിരവധി ഗ്രന്ഥങ്ങൾ നമ്മുടെ ഇമാമുകൾ രചിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. അല്ലാമ ഇബ്നു കസീർ പറയുന്നു, വഖദ് തകല്ലമ അന്നാസു ഫീ മാഹിയത്തി റൂഹി വഅഹ്കാമിഹാ. ആത്മാവിനെയും ആത്മാവിന്റെ നിലപാടുകളെയും സംബന്ധിച്ച് ഒരുപാട് ഇമാമുകൾ സംസാരിച്ചിട്ടുണ്ട്. വസന്നഫു ഫീ ദാലിക കുതുബൻ, ധാരാളം ഗ്രന്ഥങ്ങളും അവർ ഇക്കാര്യത്തെ ചൊല്ലി ഉണ്ടാക്കിയിട്ടുണ്ട്. വമിൻ അഹ്സനി മൻ തകല്ലമ അലാ ദാലിക അൽ ഹാഫിദ് ഇബ്നു മന്ദ. അൽ ഹാഫിദ് ഇബ്നു മന്ദ എന്നവരാണ് ഇത് സംബന്ധിച്ച് സംസാരിച്ച ഗ്രന്ഥങ്ങളിൽ ഏറ്റവും സുന്ദരമായ ഗ്രന്ഥത്തിൽ സംസാരിച്ചിട്ടുള്ള മഹാൻ. ഫി കിതാബിൻ സമിഅനാഹു ഫി റൂഹ്, ആത്മാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു കിതാബ് നാം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ കിതാബിൽ അദ്ദേഹം സംസാരിച്ചതുപോലെ സുന്ദരമായി സംസാരിച്ച മറ്റൊരു ഇമാമിനെ നാം അറിയില്ല. അല്ലാമ ഇബ്നു കസീർ പറയുന്നു. ഞാനിവിടെ നേരത്തെ വിവരിച്ച ഹാഫിദ് അബ്ദുല്ലാഹി ഇബ്നു മന്ദ, ഹാഫിദ് ഇസ്ബഹാൻ, ഇസ്ബഹാനിലെ ഹാഫിദ് എന്ന് പ്രസിദ്ധരായ മഹാൻ ഹാഫിദ് ഇബ്നു അബ്ദ, അദ്ദേഹത്തിന്റെ കിതാബുൻ നഫ്സ് വർ റൂഹ് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണ്. ആ
ആത്മാവിനെ കുറിച്ച വിശദമായ ചർച്ചകൾ ലഭ്യമായ ഹദീസുകൾ വെച്ച് മഹാനായ ഹാഫിദ് ഇബ്നു മന്ദ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഈ കിതാബിൽ നൽകുന്നുണ്ട്. ഹാഫിദ് ദുന്യ ഇബ്നു അബിദ് ദുന്യ എന്ന മഹാൻ ഹാഫിദാണ്. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ളവർക്കായി ഹാഫിദ് എന്ന് പറയുന്നത്. 1,00,000 ഹദീസ് അതിന്റെ സെനദ് സഹിതം സുന്ദരമായി മനപ്പാടമുള്ളവർക്ക്